ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയാണ്. CUET എന്നറിയപ്പെടുന്ന ഈ ടെസ്റ്റിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അനവധി ഡൗട്ടുകളുണ്ട്. പേരൻസിനും ഡൗട്ടുകൾ ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാകുമല്ലോ. ഒന്നാമത്, എന്താണ് ഈ CUET എന്ന് പറയുന്നത്? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ്. അതായത് 12ാം ക്ലാസ് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവർ നിർബന്ധമായി കൊടുക്കേണ്ട ടെസ്റ്റാണ് CUET എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഏതൊക്കെ കോഴ്സിന് വേണ്ടിയാണെന്നാണ്. സാധാരണയായി BA, BSc, BCom, പിന്നെ ചില അഗ്രികൾച്ചർ പോലെയുള്ള കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അഡ്മിഷന് ശ്രമിക്കുന്നവരാണ് ഈ ടെസ്റ്റ് എഴുതേണ്ടത്. അടുത്ത നിങ്ങളുടെ ചോദ്യം ഏതൊക്കെ യൂണിവേഴ്സിറ്റി എന്നുള്ളതാവും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഒപ്പം ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെ എല്ലാം അഡ്മിഷൻ ലഭിക്കുന്നതിന് CUET എക്സാം എഴുതി അതിൻ്റെ സ്കോർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു ചോദ്യം ചോദിക്കും, ഏതൊക്കെയാണ് പ്രധാനമായും ഈ ടെസ്റ്റിൽ അണ്ടർ വരുന്ന യൂണിവേഴ്സിറ്റികളെന്ന്. ഒന്നാമത് ഞാൻ പറഞ്ഞു സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ നടത്തുന്ന വളരെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ കാസർഗോഡാണ് നമ്മൾക്കുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇത് അതിൻ്റെ ശൈശവ ദിശയിലായതുകൊണ്ട് അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംരംഭമായതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും, ഫാക്കൽറ്റികൾ വളരെ മെച്ചപ്പെട്ടതായിരിക്കും, അനുബന്ധ സൗകര്യങ്ങൾ അനവധി ഉണ്ടാകും. ഒപ്പം നമ്മൾക്ക് വളരെ പ്രശസ്തമായ ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ തന്നെ ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാം യൂണിവേഴ്സിറ്റി, അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഈ CUET എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ട്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സത്യത്തിൽ CUETയുടെ അണ്ടറിലല്ല വരുന്നത്. അവരുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും ഇനിയും വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ അപ്ലൈ ചെയ്താൽ മതി. കേരള യൂണിവേഴ്സിറ്റിയോട് ഒപ്പം നമ്മളുടെ അനവധി കുട്ടികൾ പോകുന്ന ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ CUETയുടെ അടിസ്ഥാനത്തിലല്ല അഡ്മിഷൻ വേണ്ടുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മുടെ കുട്ടികൾ അനവധി പോകുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലുമൊക്കെ ഇതിൽ നിന്നാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത നിങ്ങളുടെ ഒരു സംശയം, ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. ഇത് വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു ചോദ്യമാണ്. സത്യത്തിൽ ഈ ടെസ്റ്റ് എഴുതുന്നത് അഡ്മിഷൻ ലഭിക്കാൻ അല്ല, നേരെ മറിച്ച് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് മാത്രമാണ് ലഭിക്കുന്നത്. അതാത് യൂണിവേഴ്സിറ്റികൾ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് CUET എക്സാമിനേഷനിൽ കിട്ടിയ സ്കോർ കാർഡ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം ഈ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഏതാണ്ട് മെയ് മാസത്തിൽ അവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ വീണ്ടും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഒരു ചോദ്യം വരാം, CUETയുടെ പ്രത്യേകത എന്താണെന്ന്. അത് മറ്റൊന്നുമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, JNU തുടങ്ങിയ വളരെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ CUET എക്സാമിനേഷൻ എഴുതിയിരിക്കണം. നമ്മുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ ചുമതല ഉള്ളതുമായ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒരു ചോദ്യം എപ്പോഴും വരാൻ സാധ്യതയുണ്ട്.
നമ്മൾ വെളിയിൽ പോകണമോ? അവിടെ ഒരു റിസ്ക് ഇല്ലേ? സാമ്പത്തികം എത്ര ചിലവാകും? യഥാർത്ഥത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും JNUവിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും ഒക്കെ ഫീസ് താരതമ്യേന വളരെ വളരെ കുറവാണ്. നമ്മൾക്ക് അഫോർഡബിൾ ഫീസ് മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ ആകെയുള്ള പ്രത്യേകത, നമ്മൾ ഇവിടെ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഡൽഹി പോലുള്ള പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ വർഷത്തിൽ 2 or 3 പ്രാവശ്യം പോകുന്നതിനുള്ള യാത്ര ചെലവ്, അവിടെ താമസിക്കുന്നതിനുള്ള ചെലവ് ഒക്കെ വരും എന്നതിൽ കവിഞ്ഞ് ഫീസ് വളരെ കുറവായിരിക്കും. സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും 12ാം ക്ലാസ് കഴിഞ്ഞ് ഭീമമായൊരു തുക കൊടുത്ത് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടും അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. കാരണം അതിനതൊക്കെ സൗകര്യങ്ങൾ അവിടെയുണ്ട്. പിന്നീട് മാതാപിതാക്കളുടെ ഡൗട്ടുകൾക്ക് ഒന്നെനിക്ക് പറയുവാനുള്ളത്, 17 വയസ്സുള്ള കുട്ടി വെളിയിൽ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന റിസ്കുകൾ, ആ റിസ്കുകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത് സിറ്റിയിൽ എവിടെങ്കിലും പോയി ഗ്രാജുവേഷൻ പഠിക്കട്ടെ എന്നുള്ളതായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ അത്രയും ചിലവ് കൊണ്ട് തന്നെ നമ്മൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത്. അഡ്വാൻറ്റേജുകൾ ഏറ്റവും അധികമായി എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ 12ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ 3 വർഷത്തെ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷയിൽ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ സത്യത്തിൽ നമ്മളത് നിരന്തരം ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. മറ്റു പ്രദേശങ്ങളിൽ പോയി കഴിയുമ്പോൾ സാധാരണ ഓട്ടോറിക്ഷക്കാരോട് പോലും അവർ സംസാരിക്കേണ്ടത് വേറൊരു ഭാഷയായതുകൊണ്ട് 5-6 മാസം കൊണ്ട് തന്നെ സാധാരണ കണ്ടുവരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ 2 ഭാഷയെങ്കിലും വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു ശേഷി കുട്ടികൾക്കുണ്ടാവും. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മറ്റ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു കുട്ടികളായി വളരുമ്പോൾ വെളിയിലൊരു പ്രദേശത്ത് പോയി പഠിച്ചു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഒക്കെ അവർ നോക്കുന്നു. അവരുടെ വസ്ത്രങ്ങളൊക്കെ റെഡിയാക്കാൻ അവർ തന്നെ പഠിക്കുന്നു. സാധനങ്ങൾ വാങ്ങിക്കുവാനും വെളിയിൽ പോകുവാനുമുള്ള എല്ലാ ശീലങ്ങളും പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു ഗ്രാജുവേഷൻ മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഇത് ഉതകും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ സാധാരണ മാതാപിതാക്കൾക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, വളരെ ദൂരെ പോയി കഴിയുമ്പോൾ അവരെന്തെങ്കിലും മറ്റ് രീതിയിലേക്ക് നശിച്ചു പോകുമോ എന്നുള്ളത്. അതിനുള്ള സാധ്യതയൊന്നും ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് തെറ്റായ രീതിയിൽ പോകുവാൻ ഇവിടെയും നമ്മൾ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി 17 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നടക്കുവാനുള്ള അവകാശങ്ങളും സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും ലഭിക്കുമ്പോൾ അതൊരു ദുസ്വാതന്ത്ര്യമായി മാറുവാനോ അത് തെറ്റായ ദിശയിലേക്ക് പോകുവാനോ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന 1-2 സംഭവങ്ങൾ പറയാം. അതായത് നമ്മുടെ ബാംഗ്ലൂരിലും ചെന്നൈയിലുമുള്ള വിവിധ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ കേട്ടിട്ടുള്ളതും എനിക്ക് അറിവുള്ളതും, വെള്ളിയാഴ്ച വൈകിട്ടാവുമ്പോൾ ഔട്ടിങ് എന്ന് പറയുന്ന ഒന്നുകിൽ പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഗോവയിലേക്ക് പോവുകയും തിങ്കളാഴ്ച തിരികെ വരികയും ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. അങ്ങനൊരു വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തെറ്റായ വഴിയിലേക്കല്ലേ എന്ന് ചോദിച്ചാൽ അത് തെറ്റായ വഴിയിലേക്കായിരിക്കും. ഇതിനകത്ത് വേണ്ടത് ഉത്തരവാദിത്വ ബോധം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടാമത്, നമ്മളുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾക്ക് ആവശ്യത്തിനുള്ള വിശ്വാസം ഉണ്ടാവണം. അമിത വിശ്വാസം ഉണ്ടാവാനും പാടില്ല. മറ്റു പ്രദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട് വേറൊരു പ്രയോജനം എന്ന് പറയുന്നത്, അവർക്കൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നതിനുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാകും. അതിനേക്കാൾ ഉപരി അവിടെ പഠിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിരിക്കും. അവരോടൊപ്പം ഇടപഴകാനും അവരുടെ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കുവാനും അവിടെയുള്ള സാധ്യതകളെ പറ്റി മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. സാധാരണ ഈ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത്
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങുവാനുള്ള സാഹചര്യം വരുന്നുണ്ടല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയതും ഞാൻ വിയോജിക്കുന്നതുമായ അതിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ഇതിൽ പറയുന്നത് 10 ഏക്കർ സ്ഥലമുള്ളവർക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങാമെന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഒരു നല്ല യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് 10 ഏക്കറിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കേരളത്തിലെ തന്നെ പേരുകേട്ട കോളേജുകൾ എവിടെയെങ്കിലും നിങ്ങളൊന്ന് സന്ദർശിക്കാമെങ്കിൽ കുറഞ്ഞത് അവർക്ക് ഒരു 30-40 ഏക്കറെങ്കിലും വസ്തു ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. കാരണം 1000 കുട്ടികളെങ്കിലും പഠിക്കുന്ന ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞത് 500 വാഹനമെങ്കിലും ഡെയിലി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സഫീഷ്യന്റ് പാർക്കിംഗ് സ്പേസ് എങ്കിലും കൊടുക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന 10 ഏക്കർ മാത്രം മതി, 10 ഏക്കർ ഉണ്ടെങ്കിലും കൊടുക്കാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ ഭാവി വികസനത്തിനെ പറ്റി എനിക്ക് വളരെ സംശയമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ മറ്റു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രഗത്ഭമായ കോളേജുകൾ ഒക്കെ നോക്കിയാൽ അനന്തമായ സാധ്യതകൾക്ക് ഉള്ള കുറഞ്ഞ പക്ഷം ഫെസിലിറ്റികളുമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു നല്ല ഇൻഡോർ സ്റ്റേഡിയമോ ഒരു ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടോ ഒക്കെ വേണമെങ്കിൽ കുറഞ്ഞത് 15-20 ഏക്കർ വസ്തുവെങ്കിലും വേണം. സാധാരണ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളൊക്കെ വളരെ വിശാലമായ ക്യാമ്പസുകളാണ്. കുറഞ്ഞ പക്ഷം വിശാലമായ ക്യാമ്പസുകളിൽ പഠിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങളും എങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മളുടെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. CUET എക്സാമിനേഷനുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22 ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് ഉള്ളത്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൈഡ് ലൈൻസിലൊക്കെ വായിക്കുവാനുള്ള സമയമൊക്കെ അവർക്ക് വളരെ കുറവായിരിക്കും. മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നാലും അപേക്ഷിക്കേണ്ടത് മാർച്ച് 22 അവസാന ദിവസത്തേക്ക് നിങ്ങൾ പോകരുത്. കാരണം നെറ്റിന്റെ സ്ലോയും മറ്റ് പല ഇഷ്യൂ കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കേണ്ടതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട 2-3 അത്യാവശ്യ കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമത്, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് ഗ്രാജുവേഷൻ എടുക്കുന്നത് എന്ന് തീരുമാനിക്കണം. അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, എന്തായിരുന്നാലും ആ സബ്ജക്റ്റ് നിങ്ങളൊന്ന് തീരുമാനിക്കണം. രണ്ടാമത്തത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് തീരുമാനിക്കണം. ഒരു യൂണിവേഴ്സിറ്റി വേണം എന്നുള്ളതല്ല, 2-3 യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കണം. കാരണം CUET എക്സാമിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ്. പക്ഷേ വീണ്ടും നിങ്ങൾ കോളേജ് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതാത് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. വളരെ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞാൽ, ഈ CUET എക്സാമിനേഷന് ഏജ് ഒരു ബാറല്ല. 60 വയസ്സുള്ളവർക്കും ഈ എക്സാമിനേഷൻ എഴുതാം. പക്ഷേ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അതാത് യൂണിവേഴ്സിറ്റികൾക്ക് ചില നിയമങ്ങളുണ്ട്. 20 വയസ്സിൽ താഴെ ആയിരിക്കണമെന്നോ 25 വയസ്സിൽ താഴെ ആയിരിക്കണമെന്നോ ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി നോക്കിയാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ എടുക്കണമെങ്കിൽ 12ാം ക്ലാസ്സിൽ ഏതെങ്കിലും പഠിച്ച ഒരു വിഷയത്തിൽ മാത്രമേ ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെയില്ല. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു കുട്ടിക്ക് 5 സബ്ജക്റ്റ് വരെ സെലക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം. 37 സബ്ജക്റ്റുകളിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. 37 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് 13 ലാംഗ്വേജ് ആണുള്ളത്. അതിൽ എന്തായിരുന്നാലും നമ്മൾ ഒരു ലാംഗ്വേജ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തേത്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്നതേ ഉള്ളൂ. വീണ്ടുമുള്ള 3 സബ്ജക്റ്റ് നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ ഏതിൽ വിദ്യാഭ്യാസം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവോ ആ സബ്ജക്റ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. അതായത് നിങ്ങൾ JNUവിലാണ് എക്സാമിനേഷൻ, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകുന്നതെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, അവിടെ സത്യത്തിൽ ഫോറിൻ ലാംഗ്വേജസിലാണ് കൂടുതലും ഗ്രാജുവേഷൻ ഉള്ളത്. അവിടെ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മാത്രമേ അവർ നോക്കുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് BA ഹിസ്റ്ററിക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ഹിസ്റ്ററി ആയിരിക്കണം.
സയൻസ് സബ്ജക്റ്റിൽ മാത്തമാറ്റിക്സിലാണ് നിങ്ങൾ BSc എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് ഒരുപക്ഷെ മാത്തമാറ്റിക്സ് മതിയാവും. അത് അതാത് യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ വരുന്നതാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോകുന്നത്? യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോകേണ്ടതിന്റെ ഇതിന്റെ ഒരു ജനറൽ സൈറ്റ് ഉണ്ട്. NTX നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു സൈറ്റ് ഉണ്ട്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന സൈറ്റ് CUET.NTA.NIC.IN ആണ്. ഇത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. ഈ സൈറ്റിൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഹോം പേജിൽ തന്നെ ഇൻഫർമേഷൻ എന്നൊരു ബോർഡ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ബ്രോഷറും നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ സിലബസും കിട്ടും. രണ്ടാമത്തത് യൂണിവേഴ്സിറ്റി എന്നതിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഈ CUET എക്സാമിനേഷൻ അനുസരിച്ച് അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് നോക്കാം. അതാത് യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ഓഫർ ചെയ്യുന്ന മുഴുവൻ സബ്ജക്റ്റിന്റെ ലിസ്റ്റും വരും. അല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കണം, ഏത് സബ്ജക്റ്റാണ് എടുക്കാനുള്ളത് എന്ന് തീരുമാനിക്കണം. ആ സബ്ജക്റ്റിന് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പറയുവാൻ നോക്കിയാൽ, നിങ്ങൾ BSc കെമിസ്ട്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാരണയായി കെമിസ്ട്രി എന്നത് നിങ്ങളുടെ ഒരു സബ്ജക്റ്റായി മാറും എൻട്രൻസ് എക്സാമിനേഷന്. അങ്ങനെ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടെസ്റ്റിന് ശേഷം 3 പേപ്പർ കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 5 പേപ്പറിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സ്കോർ കാർഡ് കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, 12ാം ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമേ ഇതിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വർഷം 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കെല്ലാം ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയം അറിയിക്കാമെങ്കിൽ തരാവുന്ന മറുപടികളൊക്കെ തരാം. അനേകം ആൾക്കാർക്ക് ഒരേപോലെ ഡൗട്ടുകളാണെങ്കിൽ അടുത്തൊരു വീഡിയോയും വരുന്നതായിരിക്കും. ഒപ്പം ഇതിൻ്റെ എക്സാമിനേഷന് എന്തൊക്കെയാണ് സിലബസ് വരാൻ സാധ്യതയുള്ളതെന്നും പ്രധാനപ്പെട്ട അപ്ലൈ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകളൊക്കെയാണെന്നുള്ള ഒരു അടുത്ത വീഡിയോ ഉടൻ തന്നെ 2-3 ദിവസത്തിനകം വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായിരുന്നാലും നമ്മളുടെ 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്നതും എഴുതേണ്ടതുമായൊരു ടെസ്റ്റാണ് CUET എന്ന് ഞാൻ ആശംസിക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളുടെ നീറ്റ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പലരും ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന റാങ്കുകൾ ലഭിക്കാതിരിക്കുകയോ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജുകൾ കിട്ടാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ഇതുപോലുള്ള മറ്റ് കോഴ്സുകളിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ നേരിടുന്ന ഒരു പ്രശ്നം, ഈ എക്സാമിനേഷൻ എഴുതാതിരുന്നത് കൊണ്ട് അവർക്ക് പ്രഗത്ഭമായ കോളേജുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വാസ്തവമുണ്ട്. അതുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ പോലും ഇതിലൊന്ന് അപ്ലൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. 3 സബ്ജക്റ്റിന് എക്സാമിനേഷൻ ഫീസ് 1000 രൂപയേ ഉള്ളൂ. 2 പേപ്പർ കൂടി അഡീഷണൽ എഴുതുമ്പോൾ 400 രൂപ വീതം, ഏതാണ്ട് മാക്സിമം നിങ്ങൾക്കൊരു 1800 രൂപയാണ് ഈ എക്സാമിനേഷൻ എഴുതുവാനുള്ള ഫീസ്. ഇതൊരു ഫീസായിട്ട് കരുതാതെ ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. യൂണിവേഴ്സിറ്റികളെ പറ്റി കൂടുതൽ വിവരങ്ങളും ഒപ്പം അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായ ഡീറ്റെയിലും എക്സാമിനേഷൻ സിലബസും അറിയിക്കുന്ന ഒരു വീഡിയോ അടുത്തതായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. താങ്ക് യു.